ആശങ്ക ഇയാളെ പറ്റുമോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അത് നമ്മുടെ മനസ്സാണ്. ഇയാൾ ശരിയാവുമോ, ഇയാൾ ശരിയാകത്തില്ലേ, ഇയാൾ ഓക്കെയാണ് കേട്ടാ, ഇയാൾ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളാണ് കേട്ടാ, എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് ഇയാളുമായിട്ട് എനിക്കൊരു സൗഹാർദ്ദം ഇല്ല. ഒരിക്കലും ആ സൗഹാർദ്ദം ശാശ്വതം ആകത്തില്ല. റിയൽ സൗഹാർദ്ദം എന്ന് പറയുന്നത് ആ ജനം ജീവിക്കുന്ന ഭാഗത്ത് ആ ജന്മത്തിൻ്റെ സവിശേഷത അനുഭവിക്കുന്നിടത്ത് അതവിടെ ഉള്ളതാ, ഉണ്ടാക്കണ്ട. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിഞ്ഞ അവസ്ഥ നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളെ തിരിച്ചറിയുന്നിടത്ത് നമ്മളെ അനുഭവിച്ച് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള സർവ്വകാര്യങ്ങളും ആ വ്യക്തിയുടെ സമീപത്തുണ്ടാകും. അതിന് യാതൊരു കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. വ്യക്തിത്വ ബോധം ഉണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം. സത്യസന്ധത നമുക്ക് ഒരു കാരണവശാലും എന്നെ മറ്റുള്ളവരെല്ലാവരും കൂടി എന്നെ നല്ലവനാണെന്ന് പറഞ്ഞ് അല്ല, എനിക്ക് എന്നിലെ നന്മ, എന്നോടുള്ള എൻ്റെ സത്യസന്ധത, അത് മറ്റുള്ളവരാരും വിലയിരുത്തുന്നതല്ല. എൻ്റെ ഹോണസ്റ്റി, അത് എന്നിലെ അനുഭവം എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ ഞാൻ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിട്ട് സമൂഹത്തിൽ കുഴപ്പമൊന്നുമില്ല, അവരാരും അറിയത്തില്ല, അത് കള്ളനാണ്, അത് രോഗിയാണ്. എന്നിലെന്ത് സംഭവിക്കുന്നെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് സത്യസന്ധത. എന്നിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്. ആ മാറ്റത്തെ വിലയിരുത്താൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്ത ബോധം കൊണ്ട് യാതൊരു കാര്യമില്ല. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് എന്നിലെ സത്യസന്ധതയിലാണ്. എന്നിലെ സത്യസന്ധതയിലോട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാനാകാൻ കാരണമായിട്ടുള്ള ശക്തിയും അതിൻ്റെ ഉറവിടവും എല്ലാം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു വരും. എന്നിലെ സത്യസന്ധത എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ മാറ്റത്തിനും അർത്ഥമുണ്ടാകും. വിദ്യാഭ്യാസം, ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യം, അല്ലെങ്കിൽ ഞാനാകാനുള്ള കാരണം തന്നെ നമ്മളിലോട്ട് ഉണർത്തിത്തരുന്നത് കാണാം. ആ ഉണർവ്, അതാണ് ശരിക്കുമുള്ള ഉണർവ്. അല്ലാണ്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം ഉണരുന്നു, അത് ഉണർവൊന്നുമല്ല. ഉണരുക എന്ന് പറയുന്നത് അവനവൻ്റെ സത്തുമായിട്ടുള്ള ബന്ധം എപ്പോൾ ആരംഭിക്കുന്നു അപ്പോഴാണ് വ്യക്തി ഉണരുന്നത്. അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഉണർവുണ്ട്, ഭാഗികം മാത്രമേ ആകത്തുള്ളൂ. പക്ഷെ വ്യക്തിയുടെ നേരിട്ടുള്ള അനുഭവത്തിലോട്ട് വരുമ്പോഴാണ് ആ വ്യക്തി ശരിക്കും ഉണരുന്നത്. അത് കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ആയിരിക്കുകയും വേണം. അല്ലാതെ യാദൃശ്ചികമായിട്ട് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിൽ തുടരാൻ പറ്റത്തില്ല. നമ്മുടെ അധികാരം ഉപയോഗിച്ച് നമ്മൾ ജനിക്കാനും ജീവിക്കാനും കാരണമായിട്ടുള്ള വ്യവസ്ഥയെ മാനിച്ചു കൊണ്ടുപോകുമ്പോൾ മാത്രമേ ആ ഉണർവിന് നമുക്ക് അവകാശമുണ്ടാകത്തുള്ളൂ. അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് നമ്മളിൽ ഈ ഉണർവുണ്ടെങ്കിൽ ആ ഉണർവിൻ്റെ വഴിക്ക് കൊണ്ടുപോകും. അതൊരിക്കലും നമ്മളുടെ ഭാഗത്ത് എത്തത്തില്ല.